ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ താങ്കൾ കേട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ വിഷയത്തിൽ പ്രതിപക്ഷം സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തുകയും കൂടിയാണ്. അന്വേഷണത്തെ ചൊല്ലിയൊക്കെയുള്ള വിവാദം അവിടെ നിൽക്കുമ്പോൾ അതിൽ നിലപാട് കോടതി വ്യക്തമാക്കുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ കോടതി ജനങ്ങളെ കളിയാക്കുകയാണെന്നാണ് തോന്നുന്നത്. ജനങ്ങളെ ഈ കോടതി കളിയാക്കുകയാണെന്നാണ് തോന്നുന്നത്. ഈ കോടതി തന്നെയല്ലേ പറഞ്ഞത് പിന്നെ ഇലക്ഷന് മുമ്പ് ഈ അന്വേഷണം മന്ദഗതിയിലാണ് പോകുന്നതെന്ന് ഈ കോടതി തന്നെയല്ലേ പറഞ്ഞത്. ഈ കോടതി പറഞ്ഞായിട്ടുണ്ടല്ലേ പ്രതിപക്ഷവും ചാടി ഇറങ്ങിയത്. ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, അത് തീർക്കണം. ഇന്നിപ്പോ പറഞ്ഞതുപോലെ നേരത്തെ പറയാമായിരുന്നല്ലോ. ഇന്നിപ്പോ പറയണം മറ്റുള്ള കേസ് പോലെയല്ല, കൊലക്കേസ് പോലെയല്ല, ഇത് കണ്ടുപിടിച്ച് വരുമ്പോൾ കുറ്റപത്രം ഒക്കെ വരുമ്പോൾ താമസം വരുന്നു. എല്ലാത്തിനും 90 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടുന്നവരെ മിണ്ടായിരുന്നിട്ട് ഇപ്പൊ 3 വെളിയിറങ്ങി ബാക്കി വെളിയിറങ്ങാൻ വേണ്ടിയുള്ള പരിപാടി നടത്തിയിട്ട് ഇപ്പൊ കോടതി പറയേണ്ടത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ജനത്തിന് മൊത്തം ആശങ്ക ഉണ്ടായിരുന്നു, പ്രതിപക്ഷത്തിനും ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് പറഞ്ഞാൽ മതി, അത് കുറച്ച് നേരത്തെ പറയണമായിരുന്നു. അത് കേസിന്റെ ഓരോ ഘട്ടത്തിൽ പറയേണ്ട ഘട്ടത്തിൽ നമുക്ക് കോടതിയോട് പറയാൻ കഴിയുമോ നിങ്ങൾ ഈ ഘട്ടത്തിൽ ഈ അഭിപ്രായം പറയണം എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ ഒരു CBI അന്വേഷണം എന്ന ആവശ്യവുമായി കോടതിയുടെ മുന്നിൽ രാജീവ് ചന്ദ്രശേഖറും അടക്കമുള്ള തന്ത്രി സമാജവും വിശുദ്ധമൊക്കെ ചെല്ലുന്നു. അവർ ഈ അന്വേഷണം ശരിയല്ല എന്ന് അവിടെ വാദിക്കുന്നു. അപ്പോൾ കോടതി പറയുന്നു അങ്ങനെയല്ല, ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്, ഈ അന്വേഷണത്തിന് കുറ്റപത്രം വൈകുന്നു എന്ന് വാദിക്കുമ്പോൾ പറയുന്നു കുറ്റപത്രം വൈകാൻ സാധ്യതയുള്ള ഒരു കേസാണ്, അങ്ങനെ പെട്ടെന്ന് കൊടുക്കാൻ ഇതിന് കഴിയില്ല, ഇതിന് ഒരുപാട് ശാസ്ത്രീയതയും അങ്ങനെ അന്വേഷണ സങ്കീർണതയൊക്കെ ഉണ്ട്. കോടതി പറഞ്ഞത് കൊലപാതകവും മർദ്ദനവും ഒന്നും പോലെ പെട്ടെന്ന് കൊടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത്, അത് കോടതിക്ക് ബോധ്യമുണ്ട്. പിന്നെ എന്തിനാണ് ഈ കോടതി ചോദിച്ചത് ആദ്യം? ഈ മന്ദഗതിയിലാണല്ലോ എന്ന് കോടതി പറഞ്ഞത്. ഓരോ ഘട്ടങ്ങൾ മനസ്സിലാക്കുമ്പോഴല്ലേ കോടതി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. കോടതി അല്ലാതെ ഒരു ഉത്തരവൊന്നും ഇറക്കിയല്ലോ, ഇത് ഓരോ ഘട്ടത്തിൽ കോടതി പറയുന്നല്ലേ. ഈ പ്രതിപക്ഷം പോലും പറയാതെ ഇപ്പൊ ഈ ഘട്ടത്തിൽ ഇത് പറയണു. ഈ പറഞ്ഞ ഘട്ടം നേരത്തെ പറഞ്ഞാൽ മതി. പ്രതിപക്ഷം പറയുന്ന കാര്യം കഷ്ടമായിട്ടാണ് കോടതി ഓരോ ഇതിലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് എറിഞ്ഞു നീങ്ങുവാണ്, ഇത് മന്ദഗതിയിലാണ്, ഇതിനകത്ത് ഇത് കോടതിയോട് കളിക്കുകയാണ്. ദേവസ്വം ബെഞ്ച് ആ തരത്തിൽ നേരത്തെയും ദേവസ്വം ബെഞ്ച് അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ച് തന്നെയാണ് പറയുന്നത്. അയ്യേ, ഇത് നാണം കെട്ട കോടതിയാ സാറേ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് ആദ്യം പറയണമായിരുന്നു. ഇപ്പൊ എന്റെ ആശങ്ക മാറി. ഇന്നിപ്പോ ഈ പറഞ്ഞ കേട്ടപ്പോ എന്റെ ആശങ്ക മാറി. നേരത്തെ കോടതി പറഞ്ഞപ്പോ എനിക്ക് പ്രതിപക്ഷത്തിന്റെ ആശങ്ക മാറി കാണുമല്ലോ. ഇപ്പൊ എനിക്ക് മാറി. നേരത്തെ എനിക്ക് ആശങ്ക കൂടി വരികയായിരുന്നു. കാരണം വെച്ചാൽ ഇതില് എന്താണ് ഇതിന്റെ കാരണം, ഇത് ആരാണ് തടയണേ എന്നൊക്കെ എന്തെല്ലാമാണ് കോടതി ചോദിച്ചത്. അപ്പോഴത്തേക്ക് ഇതിലൊരാളിന്റെ മകൻ SP ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആശങ്ക കൂടും ജനങ്ങൾക്ക്. ഇപ്പൊ ഇങ്ങനെ ഇത്രയും വിശദീകരിച്ചാൽ എല്ലാവർക്കും ജാമ്യം കൊടുത്തു കഴിഞ്ഞ് വിശദീകരിച്ചാൽ അതൊക്കെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയായി പോയി സാറേ. ഈ മറ്റേ അദ്ദേഹം പറഞ്ഞ പോലെ പണ്ട് മറ്റേ പാലളി മോഹൻകുട്ടി സാർ പറഞ്ഞ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാർ. ശരി. ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, ഈ കോൺഗ്രസ് പ്രതിപക്ഷവും പ്രധാനമായും ഉന്നയിക്കുന്നത് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ വലിയ ബഹളം വെക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ SIT അന്വേഷണം സർക്കാർ അട്ടിമറിക്കുന്നു, മുഖ്യമന്ത്രി അട്ടിമറിക്കുന്നു എന്നൊക്കെയായിരുന്നു. കോടതി ഇപ്പോൾ വളരെ കൃത്യമായി പ്രതിപക്ഷത്തിന് മറുപടി പറയുന്നത് പോലെയാണ് കോടതി യഥാർത്ഥത്തിൽ പറഞ്ഞത്. ഇത് ശരിയായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത്, അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചും എല്ലാം വളരെ കൃത്യമായി തന്നെ പറയുന്നു. ഇനിയപ്പോൾ പ്രതിപക്ഷം ആ സമരം അവസാനിപ്പിക്കേണ്ട ഘട്ടമായില്ലേ? നമസ്കാരം കിരൺ. നമസ്കാരം. മനുവിന് എന്ത് പറ്റി? മനു അടുത്ത ആഴ്ച എത്തും. ഓക്കെ. അത് ഈ വിഷയത്തിൽ വന്നാല് ഇതിപ്പം ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യം എന്നും പൊതുവേദി വെക്കുമ്പോ ഞാൻ പ്രതീക്ഷിക്കും ഇതിൽ വല്ലതും പറയും. അപ്പൊ വേറെ ഓരോ വിഷയങ്ങളാണ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തില്ലേ ശ്രീമതി ജയ സ്വർണ്ണക്കൊള്ള? ഉണ്ട്. പക്ഷേ ഇവരെല്ലാരും കൂടെ ഇപ്പം പുറത്തിറങ്ങി വന്നാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുമ്പോ പുറത്തിറങ്ങിയാലും ഒരു കുഴപ്പവും കേസ് അന്വേഷണത്തെ ബാധിക്കുന്നതല്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കോടതി തന്നെയല്ലേ മുമ്പേ പറഞ്ഞത്? ഇത് അല്ല, അത് ഹൈക്കോടതി അല്ലല്ലോ. നേരത്തെ ജാമ്യത്തിന് പോയ കോടതികളൊക്കെ അല്ലേ പറഞ്ഞത്. കേസ് അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ്. പക്ഷേ പൂർണ്ണ തൃപ്തി ഇല്ല കിരണേ. ഇതെങ്ങനെ ആയിത്തീരും എന്നൊരു ടെൻഷൻ എനിക്കുണ്ട്. ഞാന് ഇപ്പോഴത്തെ ഈ വൃശ്ചിക മാസത്തിലെ വ്രതം 60 ദിവസമാണ് ഞാൻ വ്രതം പിടിച്ചത്. അത്രയും നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അമ്പലമാണ് ശബരിമല. മറ്റുള്ള അമ്പലങ്ങളെ പോലല്ല. അവിടെ ഈ കള്ളരുതായ്മ എല്ലാം കാണിച്ചിട്ട് ഇവരെല്ലാരും കൂടെ പുറത്തിറങ്ങി വരുമ്പോ രാഷ്ട്രീയപരമായിട്ട് ഇവർക്കെല്ലാം ഭയങ്കര സപ്പോർട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അവരെന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇവരെല്ലാരും കൂടെ ഒരു മീറ്റിംഗ് കൂടി ഇനി ഇതിനൊരു മറു കണ്ടെങ്കിൽ ചാടിയാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വളരെ ടെൻഷനുണ്ട്. ഇത് എങ്ങനെങ്കിലും നല്ല രീതിയിലൊന്ന് അവസാനിപ്പിക്കണേ എന്നാണ് ഇപ്പൊ അയ്യപ്പനോട് എനിക്കുള്ള പ്രാർത്ഥന. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ പ്രേമനാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ പ്രേമൻ, താങ്കളുടെ അഭിപ്രായം പറയാം. അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്.
SITക്ക് കിട്ടിയ റിപ്പോർട്ട് അവർ 11 പ്രാവശ്യമായിട്ട് കോടതിയിൽ സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കാലതാമസം ഉണ്ടാവുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഉന്നതരിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രതിപക്ഷം ഇത്ര വെപ്രാളത്തിൽ. കാരണം ഉന്നതരിലേക്ക് പോകും, അത് മിക്കവാറും കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ബേജാറായിട്ട് പല രീതിയിലുള്ള കോപ്രായങ്ങളെ കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് അന്വേഷണം ശരിയായ രീതിയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ പല ഉന്നതരും കുടുങ്ങുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില ഇത് കാട്ടി കൂട്ടുന്നത്. അതുകൊണ്ട് ശരിയായ രീതിയിലാണ് അന്വേഷണം നടത്തുന്നതെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ താമസിക്കുന്നത് കൊണ്ടൊന്നും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അഭിപ്രായം അങ്ങനെ. ശ്രീ ശരത്താണ് ബാലരാമപുരത്തും. ശ്രീ ശരത്ത്, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇന്നത്തെ നിരീക്ഷണങ്ങളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ സ്വർണ്ണക്കൊള്ളയില് ഇതിനകത്ത് പങ്കാളികളായിട്ടുള്ള ഒത്തിരി പേരെ നമ്മൾ അറസ്റ്റ് ചെയ്തത് അറിഞ്ഞല്ലോ. ഇനിയിപ്പം ബാക്കിയുള്ള അന്വേഷണങ്ങൾ എല്ലാം കൃത്യമായിട്ടുള്ള ദിശയിൽ തന്നെ ഈ ദേവസ്വം ബോർഡിലെ ഇരിക്കുന്നവർക്കും ഇതിനകത്ത് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയില്ലേ? അതിനകത്ത് ആരൊക്കെ എന്ത് ചെയ്യുന്നു, സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന സമയത്തെ അവരെ അന്വേഷിച്ച് അതിനുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടതല്ലേ? ഇനി അന്വേഷണം വരുമ്പോഴേ ഇതിനകത്ത് ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ആരൊക്കെ ഇതിന്റെ പങ്കെന്നുള്ള കാര്യം തെളിയിക്കും. അതനുസരിച്ചിട്ടുള്ള ഇത്രയും ഒരു തെറ്റ് ചെയ്യുന്നതിനുള്ള ശിക്ഷ കൃത്യമായിട്ട് കിട്ടും. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്നും. ശ്രീ രാജൻ, പ്രതിപക്ഷം വലിയ സമരത്തിലാണ് സഭയ്ക്കകത്തും പുറത്തും. ഈ അന്വേഷണത്തിൽ സർക്കാർ ഇടപെടുന്നു, മുഖ്യമന്ത്രി ഇടപെടുന്നു എന്നൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് കോടതി പറയുന്നത് അങ്ങനെയല്ല, അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ്, കഴിവുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണം നടക്കുന്നത്. കോടതി ഇവരുടെ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ച ശേഷമാണല്ലോ പറയുന്നത്. താങ്കൾക്ക് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, ഈ അന്വേഷണം ശരിയായിട്ടല്ല പോകുന്നത്. കാരണം എന്ന് ചോദിച്ചാല് ഈ സ്വർണം ചുരണ്ടി മാറ്റി എടുത്ത ഈ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും പോറ്റിയും കൂടെ എന്തിന് സോണിയാഗാന്ധിയെ കാണാൻ പോയി? എന്തുകൊണ്ട് സോണിയാഗാന്ധിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല? ഈ 18-ാം പടിയുടെ മോളിൽ ഇരുന്ന പഞ്ചലോക വിഗ്രഹം അന്ന് 2004 സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിരുന്നു ഇറ്റലിയിലെ കടയിൽ ഇരിപ്പുണ്ടെന്ന്. എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? സുബ്രഹ്മണ്യ സ്വാമി അങ്ങനെ ഓരോ കാലത്തും അദ്ദേഹത്തിന് വാവായ ഓടാരി പോലെ പലതും വിളിച്ചു പറയുന്ന ആളാണ് സുബ്രഹ്മണ്യ സ്വാമി. അദ്ദേഹത്തെ അങ്ങനെ ഒന്ന് ഗൗരവമായി കാണേണ്ട ഒരു രാഷ്ട്രീയ നേതാവേ അല്ല. അദ്ദേഹം എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നിട്ട് ഈ കോൺക്രീറ്റ് കൊടിമരം എങ്ങനെ ചെതല് നിന്നത് അത് മാറ്റാൻ ഓർഡർ കൊടുത്ത അജയ് തറയിൽ കോൺഗ്രസ്സുകാരനെ എന്താ അറസ്റ്റ് ചെയ്യാത്തെ? അന്വേഷണം തീരെ ശരിയല്ല പോകുന്നത്. ശരിയായിട്ട് അറസ്റ്റ് ചെയ്ത് ഇവരെല്ലാം അകത്തിടണം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ വിജയനാണ് കൊല്ലത്ത്. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്തേ സാറേ. നമസ്തേ. ഒരു തൃപ്തിയുമില്ല. ഇത് സത്യസന്ധമായിട്ടും നല്ല രീതിയിലും അല്ല പോകുന്നതെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇതിനകത്ത് അറസ്റ്റ് ചെയ്യാനുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോഴും ചെയ്യാത്തതിന്റെ കാര്യം എന്താണെന്ന് ഈ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.